രാത്രി എത്രയൊക്കെ ക്ഷീണിച്ച് കിടന്നാലും ഉറക്കം വരാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ശരീരം മുഴുവൻ ശരിക്കും തളർന്നിട്ടുണ്ടാകും. കണ്ണുകൾ അടയാൻ വേണ്ടി ഇങ്ങനെ വെമ്പുന്നുണ്ടാകും. പക്ഷേ കിടക്കയിൽ വീണാൽ പിന്നെ ചിന്തകളുടെ ഒരു ഘോഷയാത്ര മാത്രമായിരിക്കും. എത്രയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ഒടുവിൽ എപ്പോഴോ ഒന്ന് മയങ്ങുമ്പോഴേക്കും നേരം പുലർന്നിട്ടും ഉണ്ടാകും. പകൽ മുഴുവൻ അതിൻ്റെ ക്ഷീണവും ദേഷ്യവും ഒക്കെ നിലനിൽക്കുകയും ചെയ്യും. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. കഴിഞ്ഞ വീഡിയോയിൽ മാനസിക സമ്മർദ്ദത്തെ അഥവാ സ്ട്രെസ്സിനെ എങ്ങനെ നേരിടാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ശരിക്കും സ്ട്രെസ്സ് കൂടുതലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നഷ്ടപ്പെടുന്നത് അവരുടെ ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉറക്കമില്ലായ്മയെക്കുറിച്ചും അതുപോലെ ഗുണമേന്മയുള്ള ഉറക്കം ലഭിക്കാൻ സൈക്കോളജിയിൽ പറയുന്ന സ്ലീപ്പ് ഹൈജീൻ രീതികളെക്കുറിച്ചുമൊക്കെയാണ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഹിപ്നോതെറാപ്പിക്ക്. അപ്പോൾ ഹിപ്നോതെറാപ്പിയിലൂടെ എങ്ങനെ ഉറക്കം മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സാധാരണ രാത്രിയിൽ എത്ര മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ അതിലൂടെ സഹായിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ തലച്ചോറിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതായത് ഇരുട്ട് വീഴുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. അപ്പോൾ ഇന്നലെ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോണിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അത് മുകളിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം, അതുകൂടി ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ. ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ കൂടുതലാണ് എങ്കിൽ അവിടെ മെലറ്റോണിന് കാര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾ നാളത്തെ കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിച്ചാണ് കിടക്കുന്നത് എങ്കിൽ തലച്ചോറ് എന്താ വിചാരിക്കുന്നതെന്നറിയാമോ? നിങ്ങൾ എന്തോ വലിയ അപകടത്തിലാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നിങ്ങളെ ഉറങ്ങാൻ തലച്ചോറ് അനുവദിക്കില്ല. കാരണം തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം നാളെ എന്തോ വലിയ പ്രശ്നം സംഭവിക്കാനുണ്ട് അല്ലേ? അതിൻ്റെ പരിഹാരം കണ്ടെത്തണം. അതിൻ്റെ പരിഹാരം കണ്ടെത്താതെ എങ്ങനെയാണ് ഉറങ്ങാൻ പോവുക? ഇതാണ് നിങ്ങളുടെ ബ്രെയിൻ ധരിക്കുന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് എത്രയൊക്കെ ക്ഷീണമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറക്കം വരാത്തതിൻ്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതിന് നമ്മൾ മരുന്നുകളെ ആശ്രയിക്കുന്നതിന് മുൻപ് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡിജിറ്റൽ ഡീടോക്സ് ആണ്. അതായത് നമ്മളിലെ ഭൂരിഭാഗം പേരും ഉറങ്ങാൻ കിടക്കുന്നത് തന്നെ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടാണ് അല്ലേ? ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ഫോണിൽ നിന്ന് അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ നിന്നൊക്കെ വരുന്ന ഒരു നീല വെളിച്ചമുണ്ട്, ബ്ലൂ ലൈറ്റ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണുകളിലൂടെ ഈ ബ്ലൂ ലൈറ്റ് ബ്രെയിനിലെത്തുന്ന സമയത്ത് ബ്രെയിൻ എന്താ വിചാരിക്കുന്നതെന്നറിയാമോ? ഇപ്പോഴും പകലാണ് എന്നാണ്. അതായത് പകൽ കിട്ടുന്ന റേസിന് സമാനമായിട്ടാണ് മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഒക്കെ വരുന്ന ഈ ബ്ലൂ ലൈറ്റിനെ ബ്രെയിൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കത്തിനുള്ള ഈ മെലറ്റോണിൻ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് ഏറ്റവും മിനിമം 1 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഡിജിറ്റൽ സ്ക്രീനുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ കിടപ്പുമുറി എന്ന് പറയുന്നത്, നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാക്കി നമ്മൾ മാറ്റണം. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് മറ്റ് ജോലികൾ ചെയ്യുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ
ഊഷ്മാവ് ടെമ്പറേച്ചർ ഒരല്പം കുറയുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് AC ഒക്കെ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ കിടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ശരീരം ഒന്ന് ചൂടായിട്ട് തണുത്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉറക്കം വരും. അത് വളരെ പെട്ടെന്ന് വളരെ ഗാഢമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്ക് പോകാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഹിപ്നോതെറാപ്പി. ഹിപ്നോതെറാപ്പിയും നമ്മുടെ ഉപബോധ മനസ്സും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ ഇത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അതായത് ഉറക്കമില്ലായ്മ എന്നുള്ള ഈ അവസ്ഥയെ പരിഹരിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലൊന്ന് തന്നെയാണ് ഹിപ്നോതെറാപ്പി. പലപ്പോഴും നമ്മുടെ ഉറക്കത്തേക്ക് തടസ്സപ്പെടുത്തുന്നത് ഉപബോധ മനസ്സിലെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ചില ഭയങ്ങളോ ഉത്കണ്ഠകളോ അല്ലെങ്കിൽ പഴയകാല ഓർമ്മകളോ ഒക്കെ ആകാം. നമ്മൾ ബോധപൂർവം ശ്രമിച്ചാലും പലപ്പോഴും ഇവയൊന്നും അങ്ങനെ മാറ്റാൻ അല്ലെങ്കിൽ മറക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ മനസ്സിനെ വളരെ ആഴത്തിലുള്ള ഒരു റിലാക്സേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഒരു മയക്കത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ അവസ്ഥയിൽ ഉപബോധ മനസ്സിലെ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ അഥവാ നെഗറ്റീവ് ബ്ലോക്കുകൾ ഇതിനെയൊക്കെ കണ്ടെത്തി നമുക്കതിനെ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ ഒക്കെ സാധിക്കും. ഞാൻ എഴുതിയ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ സ്വയം നൽകുന്ന നമ്മൾ സ്വയം നമുക്ക് തന്നെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, ഓട്ടോ സജഷൻസ് എന്നൊക്കെ പറയാം, അത് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും ഒക്കെ മാറ്റുന്നത്, സ്വാധീനിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ബെഡിലിങ്ങനെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ലല്ലോ എന്ന് കരുതി ആശങ്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ വിധത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ വളരെ ശാന്തമായിട്ട് ശ്വാസമെടുത്തുകൊണ്ട് എൻ്റെ ശരീരവും മനസ്സും പൂർണ്ണമായും ശാന്തമായി കൊണ്ടേയിരിക്കുന്നു, ഞാൻ സുഖകരമായ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു, ഈ വിധത്തിലുള്ള പോസിറ്റീവ് സജഷനുകൾ മനസ്സിൽ ആവർത്തിക്കുകയാണ് എങ്കിൽ നമുക്ക് സ്വയം റിലാക്സ്ഡ് ആകാൻ പറ്റും. ഇനി ഈ വിധത്തിൽ ചെയ്തിട്ടും സ്വയം റിലാക്സ്ഡ് ആകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഇതേ ചാനലിൽ തന്നെ ഗൈഡഡ് റിലാക്സേഷൻ ഓഡിയോസ് ഉണ്ട്, അതായത് ഗൈഡഡ് മെഡിറ്റേഷൻ ഓഡിയോകളുണ്ട്. അത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെറിയ ശബ്ദത്തിൽ ഹെഡ്ഫോണിലൂടെയോ അതല്ല എങ്കിൽ ഫോണിലൂടെയോ കേട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഉറക്കത്തിലേക്ക് പോകാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ ഐ ബോക്സിൽ ഒന്ന് പിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല ഉറക്കമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആഡംബരമൊന്നുമല്ല, അത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ തികച്ചും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഈ സ്ലീപ്പ് ഹൈജീൻ രീതികളിലൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഇത് പിന്തുടരുന്ന സമയത്ത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സാവധാനം ശരിയാകാൻ തുടങ്ങും. അതിലൂടെ കൃത്യമായിട്ടുള്ള ഉറക്കത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എത്തിച്ചേരാനും സാധിക്കും. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹിപ്നോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ തീർച്ചയായിട്ടും കാണണം. ഈ വിധത്തിൽ നേരിട്ടുള്ള കൺസൾട്ടേഷനുകൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനുകൾക്ക് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി സെഷനുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടതുണ്ട് എങ്കിൽ സന്തനം മൈൻഡ് കെയറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റും. ഈ വീഡിയോയിലൂടെ കുറച്ച് അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉറക്കമില്ലായ്മ പോലെ തന്നെ നമ്മളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് അഥവാ അമിതമായിട്ടുള്ള ചിന്ത. അത് എങ്ങനെ സൈക്കോളജിക്കലി നമുക്ക് പരിഹരിക്കാം എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം.
അപ്പോൾ ആ വീഡിയോകൾ തുടർന്ന് കിട്ടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.